ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നിങ്ങൾ സ്രാവ് അറ്റാക്ക് ചെയ്യുന്ന സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. എന്നാൽ ആ സിനിമയൊന്നും ഈ സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. അതിലൊന്നും ഒരു കഥയുണ്ടാവില്ല. വെറുതെ ഷാർക്ക് വരിക, അറ്റാക്ക് ചെയ്യുക, പോവുക, അത്രയല്ലേ ഉള്ളൂ. എന്നാൽ ഈ കഥ വളരെയധികം ഡിഫറെന്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നഗരമാണ് പാരീസ്. കഥയുടെ അവസാനം ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് ആ നഗരം മുഴുവൻ പിന്നീട് നിറയുന്നത് സ്രാവുകളാണ്. ഒരു കിടിലൻ കഥ. ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു കഥ കണ്ടുവച്ചിട്ട് നഷ്ടബോധം ഉണ്ടാവില്ല. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തന്നെ ഈ ഒരു കഥ നിങ്ങൾ കേട്ടു തുടങ്ങിക്കോ. തുടക്കത്തിൽ ഒരു 5 മിനിറ്റ് ലാഗ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ കഥയിലേക്ക് കടക്കേണ്ട നമ്മള്. അത് കഴിഞ്ഞാൽ പിന്നെ പെട്ട കഥ പോകുന്ന അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു അടിപൊളി സർവൈവൽ മൂവി. അപ്പൊ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ സിനിമയുടെ പേരാണ് അണ്ടർ പാരീസ് 2024. അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ നോർത്ത് പസഫിക് ഓഷ്യനിൽ കാണിക്കുകയാണ്. ഈ കടലിന്റെ ഒരു ഭാഗത്തായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടിടാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് പൊല്യൂട്ടഡ് ആയിട്ട് ഇവിടുത്തെ മീനുകൾക്ക്, കടൽ ജീവികൾക്ക് എന്തെങ്കിലും തരം മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീം ഇപ്പോൾ അവരുടെ ബോട്ടുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഈ റിസർച്ച് ടീമിന്റെ ഹെഡ് സോഫിയ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു കഥയുടെ ഹീറോയിൻ ആണ്. എന്തായാലും സോഫിയും അവളുടെ ആ ഒരു ടീമും കൂടെ കടലിന്റെ മുകളിലേക്ക് വന്നിട്ട് കുറെ അധികം ജീവികളുടെ ദേഹത്ത് ഇവരൊരു ടാഗും സെൻസറും എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് ഇവരിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ജീവികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന്. മാത്രമല്ല ഇതുപോലെ ഒരു സെൻസർ ഘടിപ്പിച്ച ഒരു വലിയ ഷാർക്ക് ഉണ്ട്. അത് ഇവർ നിൽക്കുന്ന ഒരു ബോട്ടിന്റെ കുറച്ച് അടുത്തായിട്ട് തന്നെ ഉണ്ട് എന്ന് പറയാണ്. ഓക്കെ, എന്തായാലും ആ ഒരു ഷാർക്കിനെയും ബാക്കിയുള്ള കുറച്ച് ജീവികളുണ്ട്, ഇവരെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് ഒരു 4-5 പേര് സ്വിമ്മിംഗ് സൂട്ട് എല്ലാം ധരിച്ചുകൊണ്ട് റെഡി ആയിട്ട് നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സോഫിയ, മറ്റൊരു ലേഡി, ഇവർ രണ്ടുപേരും സ്ക്രീനിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയവരുടെ കയ്യിൽ ക്യാമറയും കാര്യങ്ങളുണ്ട്. സോ ഇവരുടെ 4 പേരുടെ വിഷ്വലും 4 സ്ക്രീനിലായിട്ട് ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഈ 4 പേര് ഇറങ്ങിയല്ലോ, കടലിന്റെ ഈ അടിഭാഗത്തായിട്ട് ഉള്ള ഒരു വേസ്റ്റ് നിങ്ങൾ നോക്കിയേ, ഫുള്ള് പ്ലാസ്റ്റിക്കുകൾ. സത്യം പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിന്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഈ ഒരു ലോകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ദോഷമായിട്ട് ബാധിച്ചത് നമ്മുടെ ഈ ഒരു പ്രകൃതിയാണ്. അതിനൊരു ഉദാഹരണം ദാണ്ടി കിടക്കുന്നു. അവിടെ വലിയൊരു പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ ഒരു കൂട്ടം തന്നെ കണ്ടില്ലേ? അതിന്റെ ഉള്ളിൽ എന്തോ ഒന്ന് കുടുങ്ങി കിടക്കുന്നുണ്ട്. ഒരു വലയുടെ ഉള്ളിലായിട്ട് ഒരു തിമ്മീങ്കലത്തിന്റെ കുഞ്ഞ് അത് അവിടെ ചത്ത് കിടക്കുകയാണ്. ഇവർ ചെന്ന് നോക്കുമ്പോൾ അതിന്റെ ദേഹത്ത് ഒരുപാട് സ്ക്രാച്ചുകൾ, മുറിവൊക്കെ ഉണ്ട്. അതായത് ഷാർക്ക്, സ്രാവ് അറ്റാക്ക് ചെയ്തതാണ്. പെട്ടെന്ന് തന്നെ ഇവരുടെ അടുത്തൂടെ ഒരു സ്രാവ് അങ്ങ് പാഞ്ഞു പോവാണ്. ഇവരാകെ പേടിച്ചു പോയി. നോക്കുമ്പോൾ ഒരുപാട് എണ്ണം വരുന്നുണ്ട്. എന്നാൽ ഈ സ്രാവൊന്നും ഇവരെ ഉപദ്രവിക്കുന്നില്ല കേട്ടോ. ഉപദ്രവകാരികളല്ലാത്ത സ്രാവുകളാണ്. വിറ്റകൾക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ. മാത്രമല്ല മുകളിലുണ്ടായിരുന്ന നമ്മുടെ സോഫി ഒരു കാര്യം പറയാണ്. അതായത് ഇവർ ടാഗ് വെച്ചു കൊടുത്ത ഒരു പ്രത്യേകമായിട്ടുള്ള ഷാർക്ക് ഉണ്ടല്ലോ, അത് ഈ പ്രദേശത്ത് എവിടെയോ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിന് ഒന്ന് നന്നായിട്ട് നോക്കണേന്ന് പറയുന്നുണ്ട് സോഫിയ. അതുപോലെ തന്നെ ഇവരെല്ലാവരും അതിന് നോക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ്. കാരണം 2 മാസങ്ങൾക്ക് മുന്നേ ഇവർ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ആ ഷാർക്കിന്റെ ദേഹത്തേക്ക് ഈ സെൻസർ ഘടിപ്പിക്കുമ്പോൾ അതിനൊരു 2-2.5 മീറ്ററേ നീളുണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ അതിന് ഏകദേശം ഒരു 7-8 മീറ്റർ നീളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഇതിനെ കണ്ടപ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോവാണ്. ഇത്രയും പെട്ടെന്ന് ഇത് വളരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പൊ ഭയമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു 4 പേരും പറയണം, എന്നാ പിന്നെ സാമ്പിൾ എടുക്കണ്ടല്ലോ, ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ട്, മുകളിലേക്ക് വരട്ടെ എന്ന് സോഫിയ പറഞ്ഞേ. അത് പറഞ്ഞാൽ പറ്റില്ല, ഇതൊരു അവസരമാണ്. എന്താണ് അതിന് സംഭവിച്ചത് എന്ന് അറിയണമെങ്കിൽ അതിന്റെ ശരീരത്തിന് ഒരു സാമ്പിൾ കിട്ടിയേ മതിയാവുള്ളൂ. സോഫി അങ്ങനെ വാശി പിടിച്ചത് കൊണ്ട് തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് നേരെ അതിന്റെ അടുത്തേക്ക് എത്തുകയാണ്. ജസ്റ്റ് ഒരു കുന്തം കൊണ്ട് കുത്തിയിട്ട് അതിന്റെ ആ ഒരു സാമ്പിൾ എടുക്കാൻ നോക്കുകയാണ്. എന്നാൽ ഇങ്ങനെ ചെയ്തപ്പോൾ ഈ വലിയ ഷാർക്കിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. വയലന്റ് ആയിട്ട് ഈ താഴെ ഉണ്ടായിരുന്ന 4 പേരെയും അറ്റാക്ക് ചെയ്യാണ്. മാത്രമല്ല സോഫിയ കൂടെ ഉണ്ടായിരുന്ന ആള്. ഇവർ നോക്കുമ്പോൾ ഈ 4 സ്ക്രീനിലും ഇവരുടെ ക്യാമറ അത് ഓണായിട്ട് അതിന്റെ ആ ഒരു വിഷ്വൽ ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ടല്ലോ. 4 ക്യാമറയും ഓഫ് ആവുകയാണ്. ഇപ്പൊ അതിലൊരു സിഗ്നലും വരുന്നില്ല. അതായത് 4 പേർക്കും കാര്യമായിട്ട് എന്തോ സംഭവിച്ചു. നമ്മുടെ സോഫി ഒന്നും നോക്കാതെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. അതായത് ഓക്സിജൻ സിലിണ്ടറോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒരു ഗ്ലാസ് മാത്രം വെച്ചാണ് വെള്ളത്തിലേക്ക് ചാടിയത്. അതുകൊണ്ട് അധിക നേരം ഒന്നും വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിയില്ല. ഇടക്ക് പൊന്തി വരും, പിന്നെയും താന്നു പോകും. അങ്ങനെ ഇരിക്കെ സോഫിയയ്ക്ക് ഒരു കാര്യം കിട്ടുകയാണ്. അതായത് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൈ മാത്രം. അതിന്റെ ഒപ്പരം തന്നെ ഒരുപാടധികം രക്തവും അവിടെ കാണുകയാണ്. വെള്ളത്തിലേക്ക് ഇറങ്ങിയ ആ 4 പേരും ഇവിടെ വെച്ച് മരണപ്പെട്ടു. അറ്റാക്ക് ചെയ്തത് ഈ സ്രാവാണെന്ന് സോഫിക്ക് മനസ്സിലായി. മാത്രമല്ല അവളുടെ കയ്യിൽ ഒരു ക്രോസ് ബ്രോ ഉണ്ടായിരുന്നു. അവൾ നോക്കുമ്പോൾ ആ ഒരു ഷാർക്കാണെങ്കിൽ ഭയങ്കര വെറിയിൽ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോഫിയയ്ക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ഒരു പരീക്ഷണവും വേണ്ട, ഇതിനെ കൊന്നു കളയാം എന്ന് തന്നെ സോഫിയ തീരുമാനിക്കുകയാണ്. അതിനെ നേരെ ഇത് വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ദേഹത്ത് ഇത് തട്ടുന്നില്ല, അത് തെന്നി മാറി പോവാണ്. എന്നാൽ ഈ ഒരു ബോട്ടും അതുപോലെ തന്നെ സോഫിയുടെ കാലിനുമായിട്ട് ഒരു കയറ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിയിട്ട് അതിന്റെ ഒരു ഭാഗം ഇപ്പോൾ ഈ സ്രാവിന്റെ ദേഹത്തേക്ക് കൊടുങ്ങാണ്. മാത്രമല്ല സ്രാവാണെങ്കിൽ ഒരുപാട് താഴേക്ക് ഭയങ്കര വേഗത്തിൽ പോവാണ്. അതിന്റെ കൂടെ തന്നെ സോഫിയും വളരെയധികം വേഗത്തിൽ വെള്ളത്തിനടിയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വെള്ളത്തിനടിയിലേക്ക്, ആഴത്തിലേക്ക് ഇവള് പോകും തോറും വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ പ്രഷർ കൂടുമല്ലോ. അതായത് വെള്ളം നമ്മുടെ ദേഹത്ത് തരുന്ന ആ ഒരു പ്രഷർ അത് താഴേക്ക് പോകുന്നതോറും കൂടി വന്ന് നമ്മുടെ ശരീരം ഇങ്ങനെ ഞെരുങ്ങാൻ തുടങ്ങും. അതുപോലെ ഞെരുങ്ങാണ് സോഫിയുടെ മൂക്കുന്ന് അതുപോലെ തന്നെ ചെവിന്നൊക്കെ ബ്ലഡ് വരാൻ തുടങ്ങി. പിന്നീട് എങ്ങനെയൊക്കെയോ ഒരു ധൈര്യം സംഭരിച്ച് സോഫിയ ആ ഒരു കെട്ട് അത് മുറിച്ച് കളയാണ്. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ നീന്തി മുകളിലേക്ക് വന്ന് വെള്ളത്തിന് പുറത്തേക്ക് തല
പറയിട്ടപ്പോ വായിന്ന് ചോരൊക്കെ അങ്ങോട്ട് തെറിക്കുകയാണ്. എന്തായാലും ഒരു വിധത്തില് അവൾ ആ ഒരു ബോട്ടിലേക്ക് കയറി. അവൾക്ക് മുന്നേ ഇറങ്ങിയ അവരുടെ ടീമിലെ 4 പേര്, അതിൽ സോഫിയയുടെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത്രയും ആൾക്കാർ അതിക്രൂരമായ രീതിയിൽ ഈ ഷാർക്കിന്റെ അറ്റാക്കിൽ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്യും. ഈ സംഭവം കഴിഞ്ഞു ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പാരീസിൽ കാണിക്കുകയാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ നദിയിൽ 2 പയ്യന്മാര് മാഗ്നറ്റ് ഉണ്ടല്ലോ ഇതെല്ലാം ഇട്ടുകൊണ്ട് ഒരു ചൂണ്ട പോലെ ആക്കിയിട്ട് ഇതിങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മീൻ പിടിക്കലല്ല, ഇവിടെ വരുന്ന ടൂറിസ്റ്റിന്റെ കയ്യിൽ നിന്ന് വിലയേറിയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിലത്ത്, അതായത് ഈ വെള്ളത്തിലേക്ക് വീണ് പോയാൽ അത് എടുക്കാനായിട്ട്. ഇന്ന് ഈ പയ്യന്മാരുടെ മാഗ്നറ്റ് ചൂണ്ടയിൽ എന്തോ ഒരു സാധനം പറ്റിപ്പിടിക്കുകയാണ്. ഇവന്മാരത് വലിച്ചു കയറ്റി നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. കാരണം അതൊരു പഴയ ബോംബായിരുന്നു. പെട്ടെന്ന് തന്നെ പോലീസുകാരെ വിവരം അറിയിക്കുകയാണ്. പിന്നെ ബോംബ് സ്ക്വാഡും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ വെള്ളത്തിനടിയിൽ നിന്നും ഒന്നല്ല ഒരുപാടധികം ബോംബുകൾ ഇവർ കണ്ടെത്തുകയാണ്. അതായത് വേൾഡ് വാർ 1ഉം 2ഉം നടന്നല്ലോ, ആ സമയത്ത് ഈ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് ബോംബുകൾ വന്ന് വീണിട്ടുണ്ട്. അതിൽ പൊട്ടാത്ത ബോംബുകളാണ് ഇപ്പോഴും ഈ വെള്ളത്തിനടിയിൽ കിടക്കുന്നത്. ഈ വെള്ളത്തിനടിയിലില്ലാത്ത ബോംബുകളൊക്കെ നേരത്തെ കണ്ടുപിടിച്ച് മാറ്റിയിട്ടുണ്ടാവും. എന്നാൽ കാണാത്ത ഒരുപാട് ബോംബുകൾ അതിനിയും വെള്ളത്തിനടിയിലുണ്ടാവും. സോ ഇതിനെക്കുറിച്ച് മീഡിയയോട് സംസാരിക്കുന്നത് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന പോലീസിന്റെ ഹെഡ് ആയിട്ടുള്ള ആദിലാണ്. ചുമ്മാ ഞാനിട്ട പേരല്ല, ഇതിലുള്ള പേര് തന്നെയാണ്. തൽക്കാലം നമുക്ക് ആദ്യം എന്ന് വിളിക്കാം. സോ ആദ്യം ഒരു കാര്യം പറയാണ്, ഒരുപാട് ഇനാക്റ്റീവ് ആയിട്ടുള്ള ബോംബുകൾ ഇനിയും അടിയിലുണ്ട്. തീർച്ചയായിട്ടും അത് മുഴുവനായിട്ടും ഞങ്ങൾ റിക്കവർ ചെയ്യുന്നു. ഇവിടെ സീൻ കട്ട ഈ അടുത്ത സീനിൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു മറൈൻ സെന്ററിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട കഥാനായികയായിട്ടുള്ള സോഫിയ. കാരണം അവളൊരു മറൈൻ എക്സ്പേർട്ട് ആണല്ലോ. കടലിലെ ഒരുപാട് ജീവികളെ കുറിച്ച് അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല കടലിനെ കുറിച്ച് നന്നായിട്ട് സോഫിയക്ക് അറിയാലോ. അതിനെക്കുറിച്ചും അവൾ ഒരുപാട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചെറുക്കൻ ചോദിക്കുകയാണ്, അല്ല മേഡം, ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ ഒരു ടീമിന് മുഴുവനായിട്ടും ഒരു ജീവി ആക്രമിച്ചല്ലോ, ഒരു ഷാർക്ക്. അതിന് കാരണക്കാരി മേഡാന്ന് പറയുന്നുണ്ട്. അത് സത്യമല്ലേ എന്ന് പറഞ്ഞിട്ട് ചെക്കൻ കടന്ന് ചിരിക്കുകയാണ്. അതായത് തീരെ ബുദ്ധിയില്ലാത്തൊരു പയ്യൻ. സത്യം പറയുകയാണെങ്കിൽ സോഫിയ ഉണ്ടല്ലോ ഈ ഒരു കാര്യം മറക്കാനായിട്ട് കഴിഞ്ഞ ഓരോ വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഈ ഒരു ഓർമ്മ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. പെട്ടെന്ന് ക്ലാസ് എല്ലാം നിർത്തിയിട്ട് സോഫിയ പുറത്തേക്ക് പോകുമ്പോൾ ഒരു ലേഡി വന്നിട്ട്, ഒരു ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടിയാണ് ജെയ്ഡ്. അവള് വന്നിട്ട് പറയാണ്, മേഡം ഒന്ന് നിൽക്കുമോ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നാൽ സോഫിയ പറയാണ്, ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നമുക്ക് പിന്നെ സംസാരിക്കാൻ എന്നിട്ട് വേഗം പോവാണ്. എന്നാൽ ജെയ്ഡ് ഇപ്പൊ പറയാണ്, മേഡം ടാഗ് നമ്പർ 7 അതിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടപാട് സോഫിയ അവിടെ സ്റ്റെക്ക് ആവാണ്. കാരണം ടാഗ് നമ്പർ 7 എന്ന് വെച്ചാൽ ഇവരുടെ ടീമിനെ തന്നെ ഇല്ലാതാക്കിയ ആ ഒരു ഷാർക്ക് ഉണ്ടല്ലോ അതിന്റെ ദേഹത്ത് വെച്ച ആ ഒരു സെൻസർ നമ്പർ ആണ്. ഇപ്പൊ എന്താ കാര്യം എന്ന് സോഫിയ ചോദിച്ചപ്പോ ഈ ഒരു ജെയ്ഡ് പറയാണ്, ജെയ്ഡ് എന്ന് വെച്ചാൽ ഭയങ്കര വാശിക്കാരിയായിട്ടുള്ള ഒരു പെണ്ണാണ് കേട്ടോ. അത് അധികം വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഒരു ജെയ്ഡ് പറയാണ്, മേഡം നിങ്ങൾ അന്ന് വിട്ടിട്ട് പോയ ആ ഒരു ഷാർക്ക് ഉണ്ടല്ലോ നമ്പർ 7 അതിപ്പോ നിലവിൽ ഈ ഒരു പാരീസിലെ തടാകത്തിലുണ്ട് എന്ന് എന്ത് പറഞ്ഞിട്ട് സോഫി ഇത് വിശ്വസിക്കുന്നില്ല. മേഡം എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ ഒരു ജെയ്ഡ് അവളുടെ കൂട്ടുകാരികളൊക്കെ ഇരിക്കുന്ന ഒരു ഓഫീസ് സ്പേസ് ഉണ്ട്. അവിടെ തന്നെ ജെയ്ഡിന്റെ പ്രധാന കൂട്ടുകാരിയായിട്ടുള്ള ഒരു ഹാക്കർ പെൺ ഉണ്ട്, മെർവിന്. അപ്പൊ മെർവിൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു ടാഗ് അതുപോലെ തന്നെ ആ ഒരു സെൻസർ ഇത് ഹാക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ഷാർക്ക് നിലവിൽ ഏതൊക്കെ സ്ഥലത്തേക്ക് പോകുന്നുണ്ടെന്ന് ഇവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. നിലവിൽ അത് പാരീസിൽ തന്നെ ഉണ്ട് എന്ന് ഒരു രീതിയിലും സോഫിയ ഇത് സമ്മതിക്കുന്നില്ല. സോഫിയ പറയണ, ഒരിക്കലും കടൽ ജീവികൾ ഇങ്ങോട്ടേക്ക് വരില്ല, ഈ ഒരു വെള്ളത്തിൽ ജീവിക്കൂല, ഐറ്റങ്ങൾക്ക് ജീവിക്കാൻ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള സ്ഥലം അതാണ്. ഇപ്പൊ നമ്മുടെ ജെയ്ഡ് പറയണ, മേഡം അവിടെ നിറയെ പ്ലാസ്റ്റിക് ആണ്, ഇവറ്റകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്നാലെന്താ, ഇവിടെ ജീവിച്ചാലെന്താ, അതിനൊരു സാധ്യതയില്ലേ. ഇതിങ്ങനെ സോഫിയോട് ജെയ്ഡ് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും സോഫിയ പറയുന്നില്ല. മാത്രമല്ല ജെയ്ഡിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലൊരു ഷാർക്കിനെ ആളുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ കൊന്നുകളയും. പക്ഷേ അങ്ങനെ അതിനെ കൊല്ലാൻ പാടില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു ജീവിയെ രക്ഷപ്പെടുത്തി കടലിലേക്ക് തന്നെ എത്തിക്കണം എന്നൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോഫിയക്ക് നന്നായിട്ട് അറിയാം ആ ഒരു ഷാർക്ക് അവൻ എത്രത്തോളം ഡേഞ്ചർ ആണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിക്ക് ഞാനില്ല എന്ന് പറഞ്ഞിട്ട് സോഫിയ വേഗം തന്നെ ഇവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ ജെയ്ഡ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, മേഡം ഇന്നലെ രാത്രി ഒരു ആക്സിഡന്റ് നടന്നു, ഒരു കാറ് വെള്ളത്തിലേക്ക് വീണിട്ടുണ്ട്. എന്നാൽ ഇതുവരെയായിട്ടും ആ ഒരു ബോഡി റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, വണ്ടി ഓടിച്ച ആളുടെ ബോഡി. എന്നാൽ ഇതൊന്നും വലിയ കാര്യമാക്കാതെ സോഫിയ നേരെ അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മാത്രമല്ല അവളുടെ ആ ഒരു ബോയ് ഫ്രണ്ട്, അവളുടെ ആ ഒരു ടീമേറ്റ്, ഇവരുടെയൊക്കെ ആ ഒരു പഴയ വീഡിയോ ഉണ്ടല്ലോ ഇതെല്ലാം എടുത്ത് കാണുകയാണ്. ഒരുപാട് വിഷമിക്കുന്നുണ്ട് സോഫിയ. പിന്നെ സോഫിയക്ക് ഒരു തോന്നല്, അവള് പറഞ്ഞതുപോലെ ഇനി എങ്ങാനും ആ ഒരു ഷാർക്ക് പാരീസ് നഗരത്തിലേക്ക് വന്നിട്ടുണ്ടാവുമോ. ഒരു സംശയം തോന്നിയ സോഫിയ ചുമ്മാ ഒന്ന് നോക്കിക്കളയാമെന്ന് കരുതിയിട്ട് ലാപ്ടോപ്പ് എടുക്കുകയാണ്. അതിന്റെ ആ ഒരു ലൊക്കേഷൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഞെട്ടിപ്പോവാണ്. കാരണം ഇപ്പൊ ആ ഒരു ഷാർക്ക് നിലവിൽ ഈ പാരീസിലെ ആ ഒരു തടാകത്തിൽ തന്നെയുണ്ട്. അത് ഈ സോഫിയ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട്. കാരണം അവൻ അത്രത്തോളം ഭീകരനാണ്. അന്നേ ദിവസം രാത്രി തന്നെ ഈ പറഞ്ഞ ആ ഒരു ജെയ്ഡ്, അവളുടെ ആ ഒരു ഹാക്കർ ഫ്രണ്ട് അല്ല മെർവിന്, ഇവർ രണ്ടുപേരും കൂടെ ഇന്നലെ രാത്രി ഒരു കാർ ആക്സിഡന്റ് ആയിട്ട് വെള്ളത്തിലേക്ക് വീണ് എന്ന് പറഞ്ഞില്ലേ, അതേ ലൊക്കേഷനിലേക്ക് ഇവർ രണ്ടുപേരും പോയി നോക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അടിയിലേക്ക് പോയിട്ട് ആ കാറിന് എന്താ സംഭവിച്ചതെന്ന് ഇവർക്ക് അറിയണം. അതുപോലെ തന്നെ ആ മിസ്സായി പോയിട്ടുള്ള ആളുണ്ടല്ലോ അവരെയും അന്വേഷിക്കണം. എന്തായാലും രണ്ടുപേരും അങ്ങോട്ടേക്ക് എത്തി സ്വിമ്മിംഗ് സൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ആദ്യം തന്നെ ജെയ്ഡ് താഴേക്ക് ചാടുകയാണ്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേഗം മുകളിലേക്ക് വരാനായിട്ട് ഈ ബോട്ടുമായിട്ട് ചെറിയൊരു ചരട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും വെള്ളത്തിനടിയിലേക്ക് എത്തിയ ജെയ്ഡിന് തകർന്നു പോയിട്ടില്ല, അതായത് ആക്സിഡന്റ് സംഭവിച്ച ആ ഒരു കാർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഇത് ഏതോ ഒരു ജീവി ആക്രമിച്ചിട്ടുണ്ട്, അതിന്റെ നഖത്തിന്റെയും പല്ലിന്റെ ഒക്കെ പാടതിൽ കാണാനുണ്ട്. പക്ഷെ ഇവർ തേടി വന്ന മനുഷ്യന്റെ ആ ഒരു ബോഡി ഉണ്ടല്ലോ അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ മുകളിലുണ്ടായിരുന്ന ആ ഒരു ഹാക്കർ പെണ്ണ് മറവിൻ നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് പോലീസുകാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചരട് പിടിച്ചിട്ട്
ഈ മർവിൻ വലിക്കുന്നുണ്ട്. ജെയ്ഡിന് ഇത് ശല്യം പോലെ തോന്നുകയാണ്. കുറെ നേരമല്ലേ ഈ പെണ്ണ് അവിടെ നിന്ന് കയറ് വലിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ജെയ്ഡ് ആ കയറങ്ങ് മുറിച്ചു കളയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരുമാതിരി ഒരു പിടിവാശി സ്വഭാവമാണ്. എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വലിക്കാനാണ് ആ സാധനം വെച്ചത്. അതിനർത്ഥം അത് വലിക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നല്ലേ. അതുപോലും മൈൻഡ് ആക്കാതെ ജെയ്ഡ് അവളൊരു കാര്യം തീരുമാനിച്ച അത് തന്നെ. പക്ഷെ മർവിൻ വെറുതെ പോലീസുകാരുടെ കയ്യിൽ എന്തിനാ ചെന്ന് വിട്ടുകൊടുക്കുന്നത്. അതുകൊണ്ട് അവള് നൈസായിട്ട് മുങ്ങാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജെയ്ഡ് മുകളിലേക്ക് വരുമ്പോൾ അവിടെ പോലീസുകാർ ഇവിടെ ഒരു ബോട്ട് കണ്ടല്ലോ. എന്തായാലും അവർ അതിന്റെ അടുത്ത് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. പൊങ്ങി വന്ന ജോർഡിനെ ഇവർ കൈയോടെ പൊക്കാണ്. ഈ സമയത്ത് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചിട്ട്. എന്നാൽ ജോർഡാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. അവൾ എന്തായാലും അറസ്റ്റ് ചെയ്തു നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ഈ ഒരു തടാകത്തിന് അരികിലായിട്ട് വീടൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അവർക്ക് വേണ്ടി പോലീസുകാർ കുറച്ച് പുതപ്പും അതുപോലെ തന്നെ ഷീറ്റും കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊരു പെട്ടിയിലാക്കിയിട്ട് അവർക്ക് കൊടുക്കുകയാണ്. ഇതിനുശേഷം ജൂഡിനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവളോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോയത് എന്ന്. ജൂഡാണെങ്കിൽ ഒന്നും പറയുന്നില്ല. ഇതേ നേരം തന്നെ സോഫിയെ നോക്കുകയാണെങ്കിൽ അവൾ കയ്യിൽ ആ ഒരു മെഷീനും വെച്ച് എവിടെയെല്ലാം ആ ഒരു ഷാർക്ക് പോയിട്ടുണ്ടോ ആ ഒരു ഏരിയ മുഴുവനായിട്ടും അവൾ അങ്ങനെ അരിച്ചു പിറുക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നേരത്തെ ഈ വീടില്ലാത്ത രണ്ട് ആൾക്കാർക്ക് ഈ പോലീസുകാർ പുതപ്പും അതുപോലെ തന്നെ ഭക്ഷണവും കൊണ്ടേ കൊടുത്തല്ലോ. അവർ നിന്ന ആ ഒരു സ്ഥലത്ത് അവരിപ്പോ കാണാനില്ല. അവരുടെ ആ ഒരു പട്ടി മാത്രമുണ്ട്. അത് വെള്ളത്തിലേക്ക് നോക്കി അങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പൊ സോഫിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഈ ജൂഡാണെങ്കിൽ ഇപ്പോഴും സ്റ്റേഷനിൽ തന്നെ. ഇപ്പൊ പോലീസുകാരനായിട്ടുള്ള ആദ്യം ഉണ്ടല്ലോ മൂപ്പരാണ് നമ്മുടെ ജൂഡിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം അവള് കാര്യം പറയാണ്. ഇതുപോലൊരു ഷാർക്ക് ഉണ്ട്, ഇതിനെ തേടിയിട്ടാണ് ഞങ്ങൾ ആ ഒരു വെള്ളത്തിന്റെ ആ ഭാഗത്തേക്ക് ചെന്നത്. എന്നാൽ പോലീസുകാരനായിട്ടുള്ള ആദ്യം ഒരിക്കലും ഇത് വിശ്വസിക്കുന്നില്ല. ഇതുപോലൊരു തടാകത്തിൽ ഒരിക്കലും കടലിലുള്ള ജീവിയായിട്ടുള്ള ഷാർക്ക് വരാനുള്ള ഒരു സാധ്യതയില്ല, ഒരു പോസിബിലിറ്റി ഇല്ല അതിന്. ജൂഡ് എത്ര പറഞ്ഞിട്ടും ഇവർ ഈ ഒരു കാര്യം വിശ്വസിക്കുന്നില്ല. അതായത് അവൾക്ക് മറ്റെന്തോ ഒരു ഉദ്ദേശമാണെന്ന് പോലീസുകാർ പറയുന്നത്. ഇപ്പൊ ജൂഡ് പറയാണ് ഇതുപോലൊരു ഓഷ്യൻ എക്സ്പേർട്ട് ഉണ്ട് സോഫിയ, നിങ്ങൾ അവരൊന്ന് വിളിച്ചു നോക്കുന്നു പറയാണ്. ഇതേ സമയത്ത് തന്നെ സോഫിയ കാണിക്കുകയാണ് ഇന്നലെ രാത്രി വീട്ടിൽ പോയിട്ടില്ല. ആ ഒരു തടാകത്തിന്റെ അരികിലൂടെ കറക്റ്റ് ആ ഒരു ഷാർക്കിന്റെ ലൊക്കേഷൻ നോക്കി അവൾ അങ്ങനെ നടക്കുകയാണ്. ഇപ്പോ തടാകത്തിന്റെ അരികിലേക്ക് ഒരു ഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോൾ അതിന്റെ അരികിൽ തന്നെ ആ ഒരു ഷാർക്ക് നിൽക്കുന്നുണ്ട്. അതായത് വെള്ളത്തിന്റെ അടിഭാഗത്ത് തൊട്ടടുത്ത് തന്നെ ആ ഒരു കരയിലായിട്ട് ഒരു പെൺകുട്ടിയും നിൽക്കുന്നുണ്ട്. അവളോട് വേഗം തന്നെ കരയിലേക്ക് കയറാൻ വേണ്ടി അവൾ ഒച്ചയിട്ട് പറയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ വന്നിട്ട് അവളവിടെ നിന്ന് കൂട്ടി പോവാണ് കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ആ ഒരു കുട്ടി രക്ഷപ്പെട്ടു. പോ സോഫി അങ്ങോട്ടേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞിനെയും കടിച്ചേനെ. ഈ സമയത്താണ് അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. വിളിക്കുന്നത് ആദിയാണ്. ഇതുപോലെ ജൂഡ് പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് സോഫി ചോദിക്കാണ്. ഇതേ സമയത്തിന് ആദി അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പറയാണ്. അതായത് ഇന്നലെ രാത്രി കുറച്ച് ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നില്ലേ, അവർക്ക് ഭക്ഷണവും അതുപോലെ തന്നെ പുതപ്പും കൊടുത്തെന്ന് പറഞ്ഞല്ലേ, ആ ലൊക്കേഷനിലേക്ക് പോലീസുകാർ പോയി നോക്കിയ സമയത്ത് ഇന്നലെ മിസ്സായ ആ രണ്ട് ആൾക്കാരിൽ ഒരാളുടെ പകുതി ശരീരം മാത്രം കരയിലേക്ക് അടിഞ്ഞു കിടക്കുകയാണ്. ഇതെന്താ സംഭവിച്ചതെന്ന് സോഫിയയ്ക്കും അതുപോലെ തന്നെ ഈ ജൂഡിനും നന്നായിട്ട് അറിയാം. അതിന് കാരണക്കാരൻ ആ ഒരു ഷാർക്ക് തന്നെയാണ്. എന്നാൽ പോലീസുകാരോട് ആദിയോട് ഈ കാര്യം പറഞ്ഞിട്ട് ഇവര് വിശ്വസിക്കുന്നില്ല. അതായത് ഇതുപോലെ ഒരു തടാകത്തിൽ ഒരു സ്രാവോ, നോ പോസിബിലിറ്റി. എന്തായാലും ഈ ഒരു കാര്യം ഇവരുടെ ചീഫിനോട് ഇവർ നേരിട്ട് ചെന്ന് പറയാണ്. അതായത് കൂട്ടത്തിൽ ആദ്യമുണ്ട്. എന്നാൽ ജൂഡും അതുപോലെ സോഫിയും പറയുന്ന കാര്യം ഈ ഒരു ചീഫും വിശ്വസിക്കുന്നില്ല. അവസാനം ചീഫ് പറയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ വെള്ളത്തിനടിയിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യട്ടെ, നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ലൊക്കേഷൻ അറിയാലോ. സോ വെള്ളത്തിനടിയിലേക്ക് പോകാനായിട്ട് പോലീസുകാരുടെ ഒരു ടീം തന്നെ റെഡി ആയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആദ്യമുണ്ട്. അപ്പൊ സോഫിയോട് വരുന്നെന്ന് ചോദിക്കുകയാണ്. എന്നാൽ സോഫി വിചാരിക്കുകയാണ് പോയ പണി കിട്ടും, പക്ഷെ പോയിട്ടില്ലെങ്കിൽ ഇവർക്ക് ആ ഒരു സ്രാവ് കറക്റ്റ് എവിടെയാണെന്ന് മനസ്സിലാവില്ല, കൂടുതൽ അപകടം ഉണ്ടായേക്കും. മാത്രമല്ല ജൂഡ് വലിയ പ്രശ്നമൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ അവളെയും വെറുതെ വിടുകയാണ് കേട്ടോ. എന്തായാലും പിന്നീട് സോഫിയ ഇവരെയും കൂട്ടിയിട്ട് ഇപ്പൊ വെള്ളത്തിൽ നിലവിൽ എവിടെയാണ് ആ ഒരു ഷാർക്ക്, ആ ഒരു ലൊക്കേഷൻ ഇവർക്ക് അറിയാലോ. അങ്ങോട്ടേക്ക് ചെന്നു എല്ലാവരും വെള്ളത്തിലേക്ക് ചാടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ ചാടുന്നതിന് തൊട്ട് മുന്നേയായിട്ട് സോഫി ചോദിക്കുന്നുണ്ട് നമ്മൾ ഇത് ചെയ്യണം സാറേ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ അപകടമാണിത്. എന്നാൽ ഈ പോലീസുകാർ പറയണത് നമുക്ക് പോയി നോക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല, ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ അല്ലേ. അങ്ങനെ ഇവരെല്ലാവരും വെള്ളത്തിലേക്ക് ചാടുകയാണ്. കറക്റ്റ് ആ ഒരു ഷാർക്ക് എവിടെയാന്നുള്ള ആ ഒരു ലൊക്കേഷൻ സോഫി അവർക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കും വേണം. എന്നാൽ ഇതേ സമയത്തിന് ജൂഡ് അവളുടെ ഹാക്കർ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഒരു മാർവിൻ, അവളെ വിളിച്ചിട്ട് ഒരു പണി ഒപ്പിക്കുകയാണ്. അതായത് കുറച്ചു നേരത്തേക്ക് ഒരു രീതിയിലും ആ ഷാർക്കിന്റെ ദേഹത്ത് നിന്ന് സിഗ്നൽ പുറത്തേക്ക് വരാൻ പറ്റില്ല, ഹാക്ക് ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറയാണ്. മർവിൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ വെള്ളത്തിന് അടിയിലേക്ക് പോയ നമ്മുടെ ഈ ഒരു ആദി അവന്റെ ആ ഒരു ടീം ഇവർക്കൊന്നും എവിടെയാണ് ആ ഒരു ഷാർക്ക് ഉള്ളതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം സിഗ്നൽ ഇപ്പൊ ലഭിക്കുന്നില്ല. മാത്രമല്ല ഇവരുടെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട്, ആ ഒരു ഏരിയ മുഴുവനായിട്ടും ഇവർ സ്കാൻ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസുകാരിൽ ചില ആൾക്കാർ വെള്ളത്തിനടിയിലാണല്ലോ, അവ്യക്തമായിട്ട് എന്തോ ഒന്ന് ഇവർക്ക് ചുറ്റും വളരെയധികം വേഗത്തിൽ വലിപ്പമുള്ള എന്തോ ഒരു രൂപം ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് ഇവർക്ക് കാണാൻ കഴിഞ്ഞു. സംഗതി കുറച്ച് സീരിയസ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇവരുടെ ടീം ലീഡറായിട്ടുള്ള ആദി എല്ലാവരെയും വേഗം തന്നെ മുകളിലേക്ക് വരാൻ വേണ്ടി പറയാണ്. സോ വന്നു കഴിഞ്ഞപ്പോൾ ടീമിലെ ആൾക്കാർ അവർ കണ്ട ഓരോ കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഭീകരമായിട്ടുള്ള എന്തോ ഒരു കാര്യം, അത്യാവശ്യം വലുപ്പമുണ്ട്, അത് ഞങ്ങളെ ചുറ്റി അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്കാനർ വെച്ച് നോക്കുമ്പോൾ അതിൽ അവ്യക്തമായിട്ടുള്ള ഒരു കാര്യം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോക്കുമ്പോൾ അതൊരു ഷാർക്ക് തന്നെയാണ്. ആ ഒരു രൂപം വെച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ ആദ്യം നമ്മുടെ സോഫിയ നന്നായിട്ട് ചീത്ത പറയണം, നീ എന്തോ കാണിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് താഴെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് സിഗ്നൽ കിട്ടാതിരുന്നത്. സത്യം പറഞ്ഞാൽ സോഫി അല്ല ഒന്നും കാട്ടിയത്, അത് ചെയ്തു വെച്ചത് ആരാണെന്ന് നമ്മുടെ സോഫിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും പോലീസുകാർ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ ജൂഡിന്റെ അടുത്തേക്ക് സോഫിയ ചെല്ലുകയാണ്. എന്തിനാണ് നീ അങ്ങനെ കാണിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സോഫിയോട് ജൂഡ് പറയാണ്, അല്ലാതെ പിന്നെ നിങ്ങളെങ്ങാനും അതിനെ കണ്ടായിരുന്നെങ്കിൽ അതിനെ അവിടെ വെച്ച് തന്നെ കൊന്നു കളയായിരുന്നു, ഒരിക്കലും അതിനെ കൊല്ലാൻ പാടില്ല, അതിനെ സേഫ് ആയിട്ട് കടലിലേക്ക്
എത്തിക്കണം. ഇപ്പൊ സോഫിയ അങ്ങ് ദേഷ്യം വരികയാണ്, നിനക്ക് വട്ടാണ് പെണ്ണ്, അതിന് പ്രാന്ത് പിടിച്ചൊരു മൃഗാണ്, അത് മനുഷ്യരെ കൊന്നുകളയും. ഇത് കേട്ടപ്പോ ഈ ജൂഡ് പറയാണ്, അതിന് പ്രാന്തൊന്നുമില്ല, അതിനെ വെറി പിടിപ്പിച്ചത് നിങ്ങളാണ്, അതിനെ ഉപദ്രവിച്ചിട്ട്. അതിനെ ഉപദ്രവിക്കാതിരുന്ന ഒരു കുഴപ്പമില്ല. അതുപോലെ നിങ്ങൾ അന്ന് അതിനെ ഇറിറ്റേഷൻ ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ടീം മുഴുവൻ അന്ന് ഇല്ലാതായത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സോഫിയക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല, ആകെ തരിച്ചുവാണ്. ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഒന്നും മിണ്ടാതെ അവൾ അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്തിന് ആദി സ്റ്റേഷനിലേക്ക് പോയിട്ട് അവന്റെ ചീഫിനോട് സംസാരിക്കുകയാണ്, മാഡം ഇതുപോലൊരു പ്രശ്നമുണ്ട്, നമ്മൾ അതിനെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. എന്നാൽ ഈ ചീഫിനും ഈ ഒരു കാര്യം നേരിട്ട് കാണാത്തതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഒരിക്കലും അത് സംഭവിക്കില്ല. അതായത് നമ്മുടെ സാധാരണ തടാകത്തിലോ പുഴയിലേക്ക് ഒരിക്കലും ഒരു സ്രാവ് വരില്ല, അത് കടൽ ജീവിയാണ്. പക്ഷെ ചീഫ് ഒരു കാര്യം പറയാണ്, അങ്ങനെ ഒരു കാര്യം ഒരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്രാവിനെ നിങ്ങൾ പൂട്ടണം, അല്ലെങ്കിൽ അതിനെ പിടിച്ച് കടലിൽ കൊണ്ടിടണം. കാരണം കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ആ ഒരു വലിയ കോമ്പറ്റീഷൻ വരാനായിട്ട്. അതായത് ലോകത്തിലെ പല നീന്തൽ വിദഗ്ധന്മാരും വന്നിട്ട് ഇവിടെ വെച്ചൊരു മാരത്തോൺ നീന്തൽ മത്സരം നടത്താൻ വേണ്ടി പോകുന്നു. ഒരു കുഴപ്പമില്ലാതെ അത് കഴിഞ്ഞു കിട്ടിയാൽ പിന്നീട് അടുത്ത ഒളിമ്പിക്സ് ഇവിടെ വെച്ചാൽ നടക്കാൻ പോകുന്നത്. സോ ഈ ഒരു നീന്തൽ മത്സരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ ഒരു ഷാർക്കിന്റെ പ്രശ്നം ആ ഒരു തടാകത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പിടിച്ച് കളയണമെന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ ചൂടാണെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ട് ഇതുപോലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നമ്മളാണ് ആ ഒരു ജീവിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം, എങ്ങനെയെങ്കിലും അതിന് അതിൻ്റെതായ ആ ഒരു വാസസ്ഥലത്തേക്ക് തന്നെ നമ്മൾ കൊണ്ടെത്തിക്കണം, അത് നമ്മുടെ കടമയാന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓവർ ആയിട്ടുള്ള ഒരു പ്രകൃതി സ്നേഹം കാണിക്കുകയാണ്. എന്തുമാവാം, പക്ഷെ അമിതമാകരുത്. പ്രകൃതി സ്നേഹക്കാവാം, ഇതൊരുമാതിരി പ്രാന്താണ്, കാര്യങ്ങൾ റിയലൈസ് ചെയ്യാത്ത ഒരു പ്രാന്ത്. മാത്രമല്ല നമ്മുടെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ആദി ഈ ഒരു സോഫിയെ കുറിച്ച് നന്നായിട്ടൊന്ന് പഠിക്കുകയാണ്. മാത്രമല്ല അവളുടെ ലൈഫിൽ സംഭവിച്ച ആ ഒരു ട്രാജഡിയൊക്കെ പിന്നീട് ആദി നെറ്റിലൂടെ അറിയുന്നുണ്ട്, വാർത്തകളൊക്കെ വായിച്ചപ്പോഴേ. അതുകൊണ്ട് തന്നെ ആദിക്ക് എന്തോ ഒരു കുറ്റബോധം തോന്നുകയാണ്. അന്ന് സോഫിയ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടാണല്ലോ പോയത്. എന്തായാലും പിന്നീട് ആദി സോഫിയെ കാണാനായിട്ട് അവള് ജോലി ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. മാത്രമല്ല സോറി പറയുന്നുണ്ട് കേട്ടോ, അവളുടെ കാര്യങ്ങളൊന്നും അറിയാതെയാണ് പറ്റിപ്പോയെന്ന് പറയാം. മാത്രമല്ല ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും മേയറുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന നീ കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് ഇപ്പൊ ആദി പറയാണ്. ഓക്കെ ഞാൻ കൂടെ വരാന്ന് ഇപ്പൊ സോഫിയ പറയാണ്. അങ്ങനെ ആദി, സോഫിയ, പിന്നെ കുറച്ച് പോലീസുകാർ ഇവരെല്ലാവരും ചെന്നിട്ട് മേയറോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ മേയർ ഇതിന് വലിയ സീരിയസ് ആയിട്ട് കാണുന്നില്ല. കാരണം എന്താ വെച്ചാൽ അധികം വൈകാതെ ഈ ഒരു റിവറിൽ വെച്ചിട്ട് ഒരു വലിയ നീന്തൽ മത്സരം നടക്കാൻ വേണ്ടി പോവാണല്ലോ. അതിനായിട്ട് ഇന്റർനാഷണൽ മീഡിയ വരെ ഇങ്ങോട്ടേക്ക് എത്തും, അത് കവർ ചെയ്യാനായിട്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇത് സക്സസ്ഫുൾ ആയിട്ട് നടക്കുകയാണെങ്കിൽ ഇനി അടുത്ത ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു ഫെയിലർ സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഒളിമ്പിക്സ് ഇവിടെ നടക്കില്ല. ഒളിമ്പിക്സ് ഇവിടെ നടക്കുന്നത് പൊളിറ്റിക്കലി ഈ മേയർക്ക് ഭയങ്കര നേട്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും ഇതൊരു പ്രശ്നമുള്ള ഏരിയ ആണെന്ന് മീഡിയക്കാര് ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. എനിക്ക് ഒരേ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിസ്കിൽ അതിനെ ക്യാച്ച് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവിടുക. അതായത് തീർത്തും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ സംസാരിക്കുകയാണ് ഈ മേയർ. ഇപ്പൊ ദേഷ്യം വന്ന ഈ പോലീസുകാരുടെ ചീഫ് ഉണ്ടല്ലോ, ആ ഒരു ലേഡി കുറച്ച് പോലീസുകാരെയും വിളിച്ചിട്ട് ഒരു ടീം ഉണ്ടാക്കുകയാണ്. മാത്രമല്ല ഒരു കാര്യം അവരായിട്ട് തന്നെ തീരുമാനിക്കുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അതിനെ ക്യാച്ച് ചെയ്യണം, അതിനൊരു സെഡേഷൻ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഷാർക്കിന് വേണ്ടിയിട്ട് നല്ലൊരു ഫുഡ് കൊടുക്കുക. ആ ഫുഡിൽ നല്ല രീതിയിൽ തന്നെ മയക്കുമരുന്ന് മിക്സ് ചെയ്യണം. അത് കഴിക്കുന്ന ഈ ഒരു സ്രാവ് മിക്കവാറും മയങ്ങിപ്പോവും. അപ്പോൾ അതിനെടുത്ത് കടലിൽ കൊണ്ട് ഇട്ടാൽ മതിയല്ലോ. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആ ഒരു ഹാക്കർ പെണ്ണുണ്ടല്ലോ മർവിന്, അവള് ഭയങ്കര ടെൻഷനായിട്ട് സോഫിയെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ഇവരെന്താ കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ആ ഒരു ഷാർക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രധാന ആ ഒരു സ്ഥലം ഏതാണെന്ന് ഈ ഒരു മർവിന് മനസ്സിലായിട്ടുണ്ട്, ഈ ഹാക്കർ പെണ്ണിന്. അത് എവിടെ വെച്ചാൽ ഈ തടാകത്തിന്റെ ഒരു ഏരിയയിലായിട്ട് മനുഷ്യരെ അടക്കം ചെയ്യുന്ന തടാകത്തിന്റെ അടിയിലെ ഒരു സെമിത്തേരി ഉണ്ട്. ആ ഒരു ഭാഗത്താണ് ഈ ഷാർക്കും അതിന്റെ ആ ഒരു കുഞ്ഞുങ്ങളും ഉള്ളത്. ഇതൊക്കെ എങ്ങനെയാ നിനക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്നത്? സിഗ്നൽ ഓൾറെഡി നമുക്ക് നഷ്ടമായതല്ലേ. ഇപ്പൊ ഒന്ന് ചിരിച്ചുകൊണ്ട് മറയും പറയാണ്, അത് പിന്നെ അത് ബ്ലോക്ക് ചെയ്തത് ഞാൻ തന്നെയാണ്, അത് ഞാൻ റിക്കവർ ചെയ്തിട്ടുണ്ട്, പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് സിഗ്നലും കിട്ടിയിട്ടുണ്ട്. അല്ല ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം ചോദിച്ചപ്പോ ഇപ്പൊ ഈ ഒരു മർവിന് ഒരു കാര്യം പറയാണ്, സാറേ അവൾക്ക് ഭ്രാന്താണ് ആ ഒരു ജൂഡിന്. അവൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടിയിട്ട് ആ ഒരു വെള്ളത്തിനടിയിലെ സെമിത്തേരി ആ ഭാഗത്താണല്ലോ ആ ഒരു ഷാർക്ക് ഉള്ളത്, അങ്ങോട്ടേക്ക് ഇവർ പോയിരിക്കുകയാണ്. എന്നിട്ട് ഇവരുടെ പദ്ധതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ദിശ മാറ്റിക്കൊണ്ട് പയ്യെ 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 ഇതിനെ കടലിലേക്ക് കൊണ്ടുപോകലാണ്. സാറേ അവൾക്ക് വട്ടാണ്, എങ്ങനെയെങ്കിലും പോയിട്ട് ആ ജൂഡിനെ ഒന്ന് രക്ഷപ്പെടുത്ത്, അല്ലെങ്കിൽ ആ സ്രാവിന്റെ ഇരയായിട്ട് മാറും അവള്. പെട്ടെന്ന് തന്നെ പോലീസുകാരും സോഫിയും കൂടിയിട്ട് ഒരു പ്ലാനിങ് ഉണ്ടാക്കുകയാണ്. അതായത് സോഫിയ ചെന്നിട്ട് എത്രയും വേഗം ജൂഡിനെയും ആ ഒരു പിള്ളേരെയും തടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു ദിശയിലൂടെ വന്നിട്ട് ഈ ആദ്യം അവന്റെ ആ ഒരു ടീം ഇവരുടെ ആ ഒരു സെഡേഷൻ പദ്ധതി ഉണ്ടല്ലോ, ഇത് വെച്ച് ആ ഒരു സ്രാവിനെ പിടിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കുകയാണ്. എന്തായാലും പിന്നീട് ഈ ഒരു മർവിൻ, അതായത് ഈ ഹാക്കർ വേഗം തന്നെ ജൂഡിന്റെ അടുത്തേക്ക് എത്തുകയാണ്. സത്യം പറഞ്ഞാൽ അവിടെ ഒരുപാട് പ്രാന്തം പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. ഈ ജൂഡിന്റെ വാക്കും കേട്ട് ഇവരുടെ പദ്ധതി എന്താ വെച്ചാൽ ഇവരുടെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ട്, അതിൽ നിന്ന് വരുന്ന ഒരു സൗണ്ട് വേവ് ഈ ഒരു ഷാർക്കിനെ അട്രാക്ട് ചെയ്യും. സോ ഈ ഒരു ശബ്ദം കേട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ഈ ഒരു സ്രാവിനെ നേരെ കടലിലേക്ക് കൊണ്ടുപോകലാണ് ഇവരുടെ ആ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ. എന്നാൽ എക്സ്ട്രീംലി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. എന്നിത് ചെയ്യാൻ പോകുന്നത് ആരാണ്? നമ്മുടെ ജൂഡ് തന്നെയാണ്. എന്തായാലും ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് എത്തിയ മർവിൻ പരമാവധി ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്, ചെയ്യേണ്ട എന്നെല്ലാം പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് പോലീസുകാർ എത്തുകയാണ്. കൂടെ തന്നെ നമ്മുടെ സോഫി എത്തിയിട്ടുണ്ട്. ഇവരെ കണ്ടപാട് തന്നെ ഈ ഒരു ജൂഡ് ചെയ്ത പരിപാടി എന്താ വെച്ചാൽ ആ ഒരു മെഷീനുമായിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. പതിയെ ആ ഒരു മെഷീൻ ഓൺ ആക്കുന്നുണ്ട്. അതായത് ഇവരെന്താണോ പ്ലാൻ ചെയ്തത് ആ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ടേക്ക് പോലും തന്നെ. എന്ന് ഈ പോലീസുകാരും ഇങ്ങോട്ടേക്ക് വന്ന സോഫിയും ഈ ഒരു ജൂഡിന് ഒരുപാടധികം
വാൺ ചെയ്യുന്നുണ്ട്, അത് ചെയ്യരുത്, ഭയങ്കര അബദ്ധമാണെന്ന്. എന്നാൽ ജൂഡ് അത് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഈ ഒരു സൗണ്ട് വന്നപ്പോൾ അതിൽ അട്രാക്റ്റ് ആയിട്ട് അങ്ങോട്ടൊരു സ്രാവ് വരുന്നുണ്ട്. അതിങ്ങനെ ജൂഡിന് ചുറ്റും നടക്കുകയല്ല, നീന്തുകയാണ്. ഇത് കണ്ടപാടിന് ബാക്കിയുള്ളവർ വിറച്ചാണ് അവിടെ നിൽക്കുന്നത്. എന്നാൽ ഇവരെ എന്താ പറയുക ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു ഷാർക്കിന്റെ തലയിൽ ഇപ്പൊ ജൂഡ് കൈവെക്കുകയാണ്. പയ്യെ അതിനെ തലോടുകയാണ്. ആ ഷാർക്ക് ഇപ്പൊ ജൂഡിനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അവളൊരു കാര്യം പറയുന്നുണ്ട്, ഇവറ്റകളൊക്കെ പാവങ്ങളാണ്, അതായത് ഉപദ്രവകാരികളല്ല. നമ്മൾ ഇവറ്റകളെ ഉപദ്രവിക്കുമ്പോഴാണ് ഇവറ്റകൾ അക്രമകാരികളാവുന്നത്. സോ ഇതിനെ നൈസായിട്ട് ഡീൽ ചെയ്ത് കടലിലേക്ക് കൊണ്ട് ഇട്ടാൽ മതി എന്ന് പറയണം. എന്നാൽ ഈ സോഫിയ അവളുടെ മിഷേലിൽ നോക്കിയപ്പോൾ ആ ഒരു വലിയ സ്രാവ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെള്ളത്തിലേക്ക് വേഗം ചാടിക്കൊണ്ട് ഈ ഒരു ജൂഡിനെ എങ്ങനെയെങ്കിലും കരയിലേക്ക് വലിച്ചിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ട് സോഫിയ വെള്ളത്തിലേക്ക് ചാടി ജൂഡിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഈ ഒരു വലിയ സ്രാവ് വന്നിട്ട് ഉടലോടെ കടിച്ചെടുക്കുകയാണ് ഈ ഒരു ജൂഡിനെ. സത്യം പറഞ്ഞാൽ ആവശ്യമാണെന്ന് തോന്നിപ്പോ ഒരു കാരണവശാലും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ അനാവശ്യമായിട്ടുള്ള വാശി കാരണം സ്വന്തം ജീവൻ ഇപ്പോ ഈ ഒരു ജൂഡ് ഇവിടെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ആവശ്യമാണെന്ന് പറയുമ്പോൾ നഷ്ടമായതൊരു ജീവനാണ്. എന്തായാലും ഈ ഒരു കാര്യം കണ്ടപ്പോൾ എല്ലാവരും ഷോക്കായി പോവാണ്. ഈ ജൂഡിന്റെ വാക്കും കേട്ട് ഇങ്ങോട്ടേക്ക് വന്ന പിള്ളേരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പതറി ഓടുകയാണ്. ഒന്നിനൊരു ബോധമില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. ആ ഒരു മൃഗത്തിന്റെ ആ ഒരു ഡേഞ്ചർനെസ് അത് എത്രത്തോളാണെന്നൊന്നും അറിയാതെയാണ് കഴുതകൾ ഇങ്ങോട്ടേക്ക് വന്നത്. എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നതിന്റെ ഇടയിൽ കുറെ പിള്ളേരൊക്കെ വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് താഴെ ഉണ്ടായിരുന്ന കുട്ടി സ്രാവുകളൊക്കെ മുകളിലേക്ക് വരികയാണ്. ഇവറ്റകളും ഈ ചോര കണ്ടപ്പോൾ വയലന്റ് ആവാൻ തുടങ്ങി. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ നിന്ന് എല്ലാവർക്കും ഒന്നും മര്യാദക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല. ആ കൂട്ടത്തിൽ ഒരു പോലീസുകാരൻ വരെ വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. നമ്മുടെ സോഫി എങ്ങനെയൊക്കെയോ കരയിലേക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യം അവനെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെടുത്തുകയാണ്. മാത്രമല്ല ഒരു പോലീസുകാരൻ വീണ് എന്ന് പറയുന്നില്ലേ, ഇയാളുടെ കൈ ഒരു സ്രാവ് വന്ന് കടിച്ചെടുത്തുകൊണ്ടാണ്. പിന്നീട് ഒറ്റക്കൈ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ എങ്ങനെയൊക്കെയോ നീന്തി കരയിലേക്ക് വരാൻ നോക്കുന്നുണ്ട്. ആദ്യം ഇയാളെ പിടിക്കാനും നോക്കുന്നുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ ആ ഒരു വലിയ ഷാർക്ക് വന്ന് ഇയാളെ കടിച്ചെടുത്ത് വലിച്ചുകൊണ്ട് പോവാണ്. സോഫിയ ആകെ അന്താളിപ്പില് എന്താണോ സംഭവിക്കരുത് എന്ന് അവൾ കരുതിയത് അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. എന്തായാലും കുറച്ചു കഴിഞ്ഞപ്പോൾ കുറെ പേരൊക്കെ മരണപ്പെട്ടു പോയി. ബാക്കിയായിട്ടുള്ള ആൾക്കാരെ പിന്നെയും കുറേയധികം പോലീസുകാരൊക്കെ വന്നിട്ട് എല്ലാവരും രക്ഷപ്പെടുത്താണ് വേഗം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ വലിയൊരു പബ്ലിസിറ്റി കൊടുക്കാതെ സീക്രട്ട് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ആശുപത്രിയിലേക്ക് എത്തിയ സോഫിയ ആകെ തകർന്നിരിക്കുകയാണ്. അന്ന് 3 വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച കാര്യം തന്നെ മറക്കാനായിട്ട് അവൾ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പൊ ഇതാ അതിനേക്കാൾ വലിയൊരു ഷോക്കാണ് സോഫിയക്ക് കിട്ടിയിട്ടുള്ളത്. സോ മാനസികമായിട്ട് തളർന്ന് അവൾ അങ്ങനെ ഇരുന്ന് കരയാണ്. ഇപ്പൊ അവളുടെ അടുത്തേക്ക് ആദ്യം വരുന്നുണ്ട്, സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു പോലീസുകാരി വന്നിട്ട് ഒരു കാര്യം പറയാണ്, അവിടെ നടന്ന ആ ഒരു ആക്രമണത്തിൽ ഒരു ഷാർക്ക് ചത്തുപോയിട്ടുണ്ട്. എല്ലാവരും പോയിട്ട് അതിനെ കളക്ട് ചെയ്യാണ്. മാത്രമല്ല നേരെ ഈ സോഫിയയുടെ ലാബിലേക്ക് ആ ഒരു ഷാർക്കിനെ കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഓരോ ഭാഗവും അവൾ നന്നായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഈ സമയത്ത് സോഫിയക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് കടലിലെ ആ ഒരു മലിനജലം ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് വേസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് അത് നശിച്ച് അവറ്റകൾക്ക് ആ വെള്ളത്തിൽ നിൽക്കാൻ പറ്റാതെയായി. അതുകൊണ്ടാണ് ഈ വെള്ളത്തിലേക്ക് വന്നതും ഈ വെള്ളത്തിൽ ജീവിക്കാനായിട്ട് അവറ്റകളുടെ ശരീരം മാറിയതും ഇനി ഇവറ്റകൾക്ക് ഇവിടെ ജീവിക്കാനും കഴിയും. അതുപോലെ ഈ ഒരു സ്രാവിന്റെ കുട്ടിക്ക് ഏകദേശം 2 മാസം പ്രായമുള്ളൂ. ഇതിന്റെ വയറ് കയറി നോക്കുകയാണ് ഇപ്പോൾ. അതിന്റെ വയറ്റിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ഇത് കണ്ട പോലീസുകാർ ചോദിക്കണം, അല്ല 2 മാസം പ്രായമുള്ള കുട്ടികൾ ഇങ്ങനെ ഗർഭിണിയാവോ? അതിനൊരു സാധ്യതയില്ലല്ലോ. ഇതേ സമയത്ത് തന്നെ സോഫിയ ആകെ ഞെട്ടിപ്പോട്ട് പറയാണ്, സാറേ ഇതൊരു സാധാരണ ഷാർക്കല്ല, ഇതൊരു പുതിയ ടൈപ്പ് സ്പീഷീസ് ആണ്. കാരണം ഇവറ്റകൾക്ക് ഒരു ഇണ ചേരേണ്ട ആവശ്യമില്ല. ഇതിന്റെ ആ ഒരു വംശത്തിന് അല്ലെങ്കിൽ പ്രസവിക്കാനോ അല്ലെങ്കിൽ ഗർഭം ധരിക്കാനോ ഇണയുടെ ആവശ്യമില്ല. ഇവറ്റകൾ സ്വയമായിട്ട് തന്നെ അത് ചെയ്തോളും. ഇവറ്റകളുടെ ശരീരത്തിന് അങ്ങനെയുള്ള പ്രത്യേകത വന്നു കഴിഞ്ഞു. ഇതൊരു ന്യൂ സ്പീഷീസ് ആയിട്ടുള്ള സ്രാവാണ്. ഇതിങ്ങനെ ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറാനുള്ള കാരണം എന്താണ്? ആ കടലിലിട്ട മാലിന്യങ്ങൾ, അതിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു കെമിക്കൽ, ഇത് ഈ ജീവിയെ ജനിതകമായിട്ട് മാറ്റിയിരിക്കുകയാണ്. അതായത് ഈ ജീവികൾക്ക് മ്യൂട്ടേഷൻസ് സംഭവിച്ചിരിക്കുകയാണ്. മ്യൂട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ ശരീരത്തിലേക്ക് വന്നിട്ട് എന്താ പറയാ, അത് തന്നെയാണ് ഈ മ്യൂട്ടേഷൻ. അത്ര തന്നെ. ഇവിടെ വെച്ച് വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു കാര്യം സോഫിയ പറയാണ്. അതായത് ഈ ജീവികളെ ഇങ്ങനെ വിടുകയാണെങ്കിൽ ഇത് സ്വയമായിട്ട് തന്നെ ഇങ്ങനെ ഗർഭം ധരിക്കും. 2 മാസം കൊണ്ട് തന്നെ ഇത് ഇത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ മുഴുവൻ 2 മാസം കൊണ്ട് ഇതേ രീതിയിൽ പ്രസവിച്ച് ഇവറ്റകളുടെ എണ്ണം ക്രമാതീതമായിട്ട് ഈ ലോകത്തിൽ വല്ലാതെ ഈ കടലിലും കായലിലും എല്ലാത്തിലും സ്പ്രെഡ് ആവും. ഇത് അതായത് ഭൂമിയെ പിന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ജീവികളായിരിക്കും. മറ്റൊരു യുഗമാണ് വരാൻ പോകുന്നത്. ആ ഒരു വലിയ ആപത്തിനെ കുറിച്ച് സോഫിയ ഇവർക്കൊരു വാർണിംഗ് കൊടുക്കാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് മേയറുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ ഒരു ബോധവും കഥയില്ലാത്ത പൊളിറ്റിക്സ് മാത്രം തലയിൽ ഉണ്ടായിരുന്ന ഈ ഒരു മേയർ ഇതിനങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല. ഇവര് പറയാണ് ആ ഒരു വലിയ നീന്തൽ മത്സരം അത് നടക്കാനായിട്ട് ഇനി ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ അത് മാറ്റി വെക്കാനും പറ്റില്ല. അതുപോലെ തന്നെ ഒരുപാട് ഫണ്ട് ഇറക്കിയിരിക്കുകയാണ്. പൊളിറ്റിക്കലി ഞങ്ങളുടെ പാർട്ടിക്ക് ഒരുപാട് നേട്ടമുള്ള കാര്യമാണിത്. അതുകൊണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയണം. അപ്പൊ ഇത് കേട്ടപ്പോൾ സോഫിയക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ എന്ത് ബോധമില്ലാതെ ആ സ്ത്രീയെ സംസാരിക്കുന്നത്? അങ്ങനെ അവളെ തട്ടിക്കയറി സംസാരിക്കുമ്പോൾ മേയർ പറയണം, മര്യാദയ്ക്ക് ഇവളെ പിടിച്ച് പുറത്തായിരിക്കും, അല്ലെങ്കിൽ എന്റെ ആൾക്കാർ വരും. പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ. എന്തായാലും ദേഷ്യം വന്ന സോഫിയ അവിടുന്ന് ഇറങ്ങി അങ്ങ് പോവാണ്. വൈകുന്നേരം ആയപ്പോൾ ഈ ഒരു മേയർ തന്നെ പത്രക്കാർക്കൊക്കെ ഇന്റർവ്യൂ കൊടുക്കുകയാണ്. പത്രക്കാരല്ല, ന്യൂസ് ചാനലിൽ പോയിട്ട് നമ്മുടെ നാട്ടില് വലിയ വലിയ വികസനങ്ങൾ വരാൻ വേണ്ടി പോവാണ്. ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടും. അതുപോലെ നാളെ നടക്കാൻ പോകുന്ന ആ ഒരു സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ ലോകത്തുള്ള പല ആൾക്കാരും വരും, ലോകത്തുള്ള പല ചാനലുകൾ വരും. എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങോട്ടേക്കായിരിക്കും. ഇത് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ഒളിമ്പിക്സ്
ഫിക്സ് ഇവിടെയായിരിക്കും, അത് നമ്മുടെ നാടിന് വലിയ നേട്ടമായിരിക്കില്ലേ, ഈ ഒരു ഏരിയ ആണെങ്കിൽ വളരെയധികം സേഫ് ആണ് എന്നൊക്കെ ഇങ്ങനെ തള്ളി മറിക്കുകയാണ് ഈ ഒരു മേയർ. ഒരു കാര്യം നന്നായിട്ട് വീക്ഷിക്കുന്നില്ല, നിരീക്ഷിക്കുന്നില്ല ഈ ഒരു മേയർ. ഇപ്പൊ അവിടെ ഇരുന്ന് വാർത്ത വായിക്കുന്ന ആള് മേയറോട് ചോദിക്കുകയാണ്, അല്ല മേയർ, ഈ ഇടയായിട്ട് അതിലൊരു ശ്രാവുണ്ട്, സ്രാവും ഷാർക്കും കൂടെ മിക്സ് ആയി പോയതാണ്, അതാ ഷ്രാവ് എന്നായിപ്പോയത്. എന്തായാലും ഈ ഒരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട്, ഇതുപോലൊരു സ്രാവിന്റെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ചില ആൾക്കാർക്കൊക്കെ പരിക്ക് പറ്റിയെന്നും പറയുന്നുണ്ട്, ഇതൊക്കെ സത്യമാണെങ്കിൽ അത്ര സേഫ് ആണോ മേഡം അവിടുത്തെ കാര്യങ്ങൾ? ഇപ്പൊ ഈ ഒരു മേയർ പറയാണ്, എടോ അതൊക്കെ ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളാണ്, ഈ ഒരു പരിപാടിയെ ബ്ലോക്ക് ചെയ്യാനായിട്ട് കാര്യമായിട്ടുള്ള ഒരു തെളിവും നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല, പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് ഇങ്ങനെ വെറീഡ് ആവുന്നത്? മാത്രമല്ല ഇങ്ങനെ ഒരു വലിയ പരിപാടി നാളെ നടക്കാൻ പോവാണ്, അപ്പൊ അതിനായിട്ട് തന്നെ മിലിറ്ററിയുടെ സപ്പോർട്ട് നമുക്കുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ മിലിറ്ററി അതിനെ വളരെ നിസ്സാരമായിട്ട് ഹാൻഡിൽ ചെയ്തോളും. അങ്ങനെ വളരെ സില്ലി ആയിട്ട് തന്നെ മേയർ സംസാരിക്കുകയാണ്. ഇതെല്ലാം വാർത്തയിലൂടെ സോഫിയ കാണുന്നുണ്ട്, സോഫിയയുടെ കൂടെയുള്ള ആദ്യം കാണുന്നുണ്ട്. പക്ഷെ മേയർ ഒരു കാര്യബോധവും ഇല്ലാതെയായി സംസാരിക്കുന്നത്. ഇതിങ്ങനെ വിട്ടാൽ അത് വളരെയധികം ഡേഞ്ചറാണ്. നാളെ ഇവിടെ മത്സരിക്കാൻ വരുന്നത് ഒരുപാട് ആൾക്കാരാണ്, നൂറുകണക്കിന് പ്രഗത്ഭരായിട്ടുള്ള നീന്തൽ വിദഗ്ധരാണ്. പക്ഷെ എത്ര വലിയ വിദഗ്ധരായാലും ഇതുപോലൊരു ഷാർക്കിന്റെ മുന്നിൽ പെട്ടുപോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു കാര്യം സോഫിയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോ മേയറോട് ഒരു കാര്യം നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെ സീക്രട്ട് ആയിട്ട് ഒരു ടീം ഉണ്ടാക്കുക, ആ ടീമിനോട് നമുക്ക് സംസാരിക്കാം, എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തെ നമ്മൾ ഒതുക്കണം, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവന് അവർ ഉത്തരം പറയേണ്ടി വരും, കൂടെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അപ്പൊ എന്താണ് പദ്ധതി? ഇപ്പൊ ആദ്യം ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, മെയിൻ ആയിട്ട് എവിടെയാണ് ഇവറ്റകൾ പോയി നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ വെള്ളത്തിനടിയിൽ അടക്കം ചെയ്യുന്ന ഒരു അണ്ടർഗ്രൗണ്ട് സെമിത്തേരി ഉണ്ടല്ലോ, അവിടെയാണ്. അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് ചെന്നിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള കുറച്ച് ബോംബുകൾ വെച്ച് നമുക്ക് മുകളിലേക്ക് വന്ന് റിമോട്ട് വെച്ച് അതിനെ കൺട്രോൾ ചെയ്ത് അവിടെ ഒരു ബ്ലാസ്റ്റ് നടത്തുകയാണെങ്കിൽ ആ ഒരു ഷാർക്കിനെയും അതിന്റെ കുഞ്ഞുങ്ങളെയും നമുക്ക് കൊന്നുകളയാൻ കഴിയും. അപ്പൊ ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട്, ഈ ഒരു മിഷന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് കൂടെ ഉണ്ടാവുകയെന്ന് വെച്ച് കൈ പൊന്തിക്കാൻ പറയുന്നുണ്ട്. കുറച്ച് പേരൊക്കെ കൈ പൊന്തിക്കാണ്. സോ ഒരു പുതിയ ടീം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ടീമുമായിട്ട് നമ്മുടെ സോഫിയും അതുപോലെ തന്നെ ആദ്യം കൂടെ നേരെ ആ ഒരു അണ്ടർ വാട്ടർ സെമിത്തേരി ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. പിന്നീട് സ്യൂട്ടും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഇവരൊരു 4 പേര് ബോംബുകളുമായിട്ട് നേരെ താഴോട്ട് പോകുന്നുണ്ട്. ഒരു പ്രത്യേകതരം കുഴല് പോലെയുള്ള ഒരു പാസേജ് ആണ്. ഈ പാസേജിന്റെ ഉള്ളിലൂടെ നേരെ ഇവർ ആ ഒരു ബോഡി എല്ലാം സൂക്ഷിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് എത്തി. അവിടെ മനുഷ്യരുടെ തലയോട്ടികൾ അതുപോലെ തന്നെ അസ്ഥി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. എന്തായാലും ഇവർ വന്ന പണി ചെയ്യാണ്. ബോംബുകൾ ഓരോ ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഒരാളുണ്ടല്ലോ ഇയാളുടെ അടുത്തുകൂടെ പെട്ടെന്ന് എന്തോന്ന് പോകുന്നത് കാണാണ്. നോക്കുമ്പോൾ അത് വലിയ ഷാർക്ക് അല്ലായിരുന്നു, ചെറിയ ഷാർക്കായിരുന്നു. ആദ്യം വന്ന് ഇയാളൊന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സംഗതി സീരിയസ് ആണ്, അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് മനസ്സിലായി മനുഷ്യൻ എന്ത് ചെയ്തെന്ന് അറിയോ? ഒറ്റയടിക്ക് ആ ഒരു ബോംബ് ആക്റ്റീവ് ചെയ്യാണ്. പിന്നെ പറയണ്ട, ഒരു ഷാർക്കിന് പകരം ഒരുപാടെണ്ണം, ഒരു 10-15 എണ്ണം ഒരുമിച്ച് വന്നിട്ട് ഇയാളെ ഒരുമിച്ചങ്ങ് കടിക്കാൻ തുടങ്ങുകയാണ്. ഫുള്ള് രക്തമാണ്. അതുപോലെ തന്നെ ഇയാളുടെ കൂടെ വേറൊരു പോലീസുകാരനുണ്ടായിരുന്നു. ആ പോലീസുകാരനും വേഗം അപകടം മനസ്സിലാക്കി ഇയാളുടെ ആ ഒരു ബോംബും ആക്റ്റീവ് ആക്കുകയാണ് കേട്ടോ. മാത്രമല്ല ഇവർ രണ്ടുപേരെയും അങ്ങോട്ടേക്ക് വന്ന ഈ ചെറിയ ചെറിയ സ്രാവുകൾ ഒരുമിച്ചിരുന്ന് തിന്നാൻ തുടങ്ങുകയാണ്. ഇനിയിപ്പോ ജീവനോടെ ബാക്കിയുള്ളത് നമ്മുടെ സോഫിയ അതുപോലെ തന്നെ ആദ്യമാണ്. ഇവർക്ക് മനസ്സിലായി അധികം വൈകാതെ ആ ഒരു ബോംബ് പൊട്ടുമെന്ന്. എന്നാൽ അത് പൊട്ടുന്ന സമയത്ത് ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇവരുടെ ബോഡിയും ചിതറിപ്പോവും. പരമാവധി വേഗത്തിൽ സോഫിയ ആദ്യം രണ്ടുപേരും കൂടെ ഇതിന്ന് അകന്നു മാറി നീന്തി പോവാണ്. പക്ഷെ അപ്പോഴേക്കും അണ്ടർ വാട്ടറിൽ വെച്ച് ആ ഒരു സെമിത്തേരിയുടെ ഭാഗത്ത് വെച്ച് ഈ ബോംബ് അങ്ങ് പൊട്ടുകയാണ്. ഭയങ്കര പവർഫുൾ ആയിരുന്നു. അതിൽ ഈ സോഫിയ അതുപോലെ തന്നെ ആദി തെറിച്ചു പോകുന്നുണ്ട്. എന്തായാലും ഈ ആദിയുടെ ബോധം ചെറുതായിട്ട് പോകുന്നുണ്ട്. എങ്ങനെയൊക്കെയോ സോഫിയ ആദ്യമായിട്ട് മുകളിലേക്ക് വരികയാണ്. അവന്റെ ചെവിയിലൂടെയൊക്കെ നല്ല ശക്തമായിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബ്ലാസ്റ്റ് നടന്നതിന്റെ ഫോഴ്സിൽ അവന് ഇന്റേണലി ഭയങ്കര പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്നാൽ മുകളിലേക്ക് വന്ന സോഫിയക്ക് എന്തോ ഒരു സംശയം പോലെ, അതായത് താഴെ ചെറിയ സ്രാവുകളെ മാത്രമേ കണ്ടുള്ളൂ, ആ വലിയവൻ അവൻ ഇപ്പോഴും താഴെ തന്നെയുണ്ട്. അതുകൊണ്ട് സോഫിയ നേരെ താഴേക്ക് ചെന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ ഒരുപാട് സ്രാവിന്റെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ചത്ത് കിടക്കുന്നുണ്ട് ആ ഒരു ബ്ലാസ്റ്റ് നടന്നതിൽ. എന്നാൽ ആ കൂട്ടത്തിൽ വലുതിനെ കാണാനില്ല. പെട്ടെന്നാണ് അവളുടെ മുന്നിലൂടെ ആ ഒരു വലിയ സ്രാവ് പോകുന്നത്. പക്ഷെ അവളൊന്നും ചെയ്തില്ല കേട്ടോ. എന്നാൽ അതിങ്ങനെ സൈഡിലൂടെ പോകുമ്പോൾ ഇതിന്റെ ശരീരത്തിലേക്ക് ഈ ബ്ലാസ്റ്റ് നടന്നപ്പോൾ ഒരുപാട് സ്ക്രാച്ച്, മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ഭയങ്കര ദേഷ്യത്തിലാണ്. സോ വയലന്റ് ആയിട്ടാണ് ആ ഒരു സ്രാവ് ഇപ്പോൾ ഉള്ളത്, കൂടുതൽ ദേഷ്യക്കാരനായിട്ട്. എന്തായാലും വേഗം തന്നെ സോഫിയ മുകളിലേക്ക് പോവാൻ നോക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇന്നത്തെ ദിവസമാണ് ആ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത്. അങ്ങോട്ടേക്ക് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരുപാട് നീന്തൽ വിദഗ്ധന്മാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. സോ ഒരു മാരത്തോൺ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ ആണ്. സോ ഇത് നടത്താനായിട്ട് ഉദ്ഘാടനത്തിനായിട്ട് മേയർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ഇന്റർനാഷണൽ ലെവലിലുള്ള മാധ്യമങ്ങളൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. സോ ഭയങ്കരമായിട്ടുള്ള പബ്ലിസിറ്റിയാണ് ഇപ്പൊ ഇവിടെ കിട്ടാൻ പോകുന്നത്. അപ്പൊ മേയറും പൊളിറ്റിക്കലി നല്ല മൂവ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ലൊരു പുഷ് കിട്ടാൻ വേണ്ടി പരമാവധി ഇവിടുത്തെ അപകടങ്ങളൊക്കെ മറച്ചു വെച്ച്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും മേയർക്കൊന്നും അറിയണ്ട, ഇത് ഭയങ്കര സേഫ് ആണ്, അത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ സോഫിയ വെള്ളത്തിനടിയിലാണല്ലോ. അപകടം മനസ്സിലാക്കി അവൾ മുകളിലേക്ക് വരികയാണ്, വാണിംഗ് കൊടുക്കുകയാണ്. അപ്പോഴേക്കും വെള്ളത്തിനടിയിൽ നിന്നും ഈ ഒരു ഷാർക്ക് ഇവരുടെ ആ ഒരു ബോട്ടിനെ ഒരൊറ്റ തട്ടലാണ്. ആ തട്ടല് ബോട്ട് കമന്നുപോയി. ഇതിൽ നിന്ന് തെറിച്ചു വീണ 2 ആൾക്കാരെ അപ്പൊ തന്നെ ഈ ഒരു ഷാർക്ക് ആക്രമിക്കുകയാണ്. മാത്രമല്ല അതിന് വിഴുങ്ങിക്കളയാണ്. എന്തായാലും എന്തോ ഭാഗ്യത്തിന് നമ്മുടെ സോഫിയ ബോധമില്ലാതെ കിടക്കുന്ന ആദി രണ്ടുപേരും രക്ഷപ്പെട്ടു. ആദ്യം വലിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാ സോഫിയ മറിഞ്ഞു കിടക്കുന്ന ആ ഒരു ബോട്ടിന്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. എന്നാൽ ഇപ്പൊ ആ ഒരു ബോട്ടിന്റെ മുകളിൽ കയറി എന്ന് കരുതിയിട്ട് ഇവർ രണ്ടുപേരും സേഫ് ആണോ? അല്ല, ഇതിന് ചുറ്റുമായിട്ട് വട്ടമിട്ടത് അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ്
മേയർ അവിടെ സ്വിമ്മിങ്ങിനായിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതും എല്ലാവരും കൂടെ ഒരുമിച്ച് വെള്ളത്തിലേക്ക് ചാടുന്നതും ഇത്രയും ആൾക്കാർ ഒരുമിച്ചിരുന്ന് നീന്തുമ്പോൾ ഇവരുടെ ആ ഒരു സ്മെല്ല് ആ ഒരു ശബ്ദം ഇതൊക്കെ ഉണ്ടാവുമല്ലോ. സോ ഇവിടെ വെച്ച് ഷാർക്കിന്റെ ശ്രദ്ധ നേരെ അങ്ങോട്ടേക്കാവുകയാണ്. എന്തോ ഭാഗ്യത്തിന് സോഫിയ ആദി ഇവര് രക്ഷപ്പെട്ടു പോയി. എന്നാൽ അവിടെ നീന്തുന്ന ആ ഒരു പാവങ്ങള് അവരറിയുന്നില്ലല്ലോ അവരുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു ഭീകരമായിട്ടുള്ള അപകടം എന്താന്ന്. എന്തായാലും ഇവരിങ്ങനെ ആ ഒരു കോമ്പറ്റീഷനിൽ നീന്തി മുന്നോട്ടേക്ക് പോകുമ്പോൾ കൂടെയുള്ള ചില ആളുകൾ മിസ്സാവുന്നത് ഇവര് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതെന്താന്ന് ഇവർക്ക് മനസ്സിലാകത്തില്ല. മാത്രമല്ല പെട്ടെന്നാണ് രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൽ കലരാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ കൂടെ ഈ ഒരു ഷാർക്കിന്റെ വാലും കാണുകയാണ്. അപകടം മനസ്സിലായി. പിന്നെ അങ്ങോട്ടേക്ക് ഒരു രക്തക്കളിയായിരുന്നു. ഒരുപാട് ആൾക്കാർ സ്രാവ് വന്നിട്ട് കടിച്ചു കയറി ആകെ ഒരു രക്തക്കളായി മാറുന്നുണ്ട്. ഇത് കണ്ട മേയറാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ പട്ടാളം ടീം വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. മാത്രമല്ല ഈ ഒരു സ്രാവിന് നേരെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ആ ഒരു പോലീസ് ചീഫ് ഒരു കാര്യം പറയുന്നുണ്ട്, മടയന്മാരെ വെള്ളത്തിലേക്ക് ഷൂട്ട് ചെയ്യല്ലേ. കാരണം എന്താ, വെള്ളത്തിനടിയിൽ ഇനാക്റ്റീവ് ആയി കിടക്കുന്ന ബോംബുകൾ ഒരുപാടെണ്ണം ഇപ്പോഴും ഉണ്ട്. എല്ലാം ഒന്ന് റിക്കവർ ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റിയിട്ടില്ല. അപ്പൊ ഇത് കാണുന്ന സോഫിയും ആദ്യം ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട് ഷൂട്ട് ചെയ്യല്ലേ എന്ന്. എന്നാൽ ഈ തിരക്കിൽ ആ ഒരു ബഹളത്തിൽ പട്ടാളക്കാർ ഇതൊന്നും കേൾക്കുന്നില്ല. ഇവർ കണ്ടിന്യൂസ് ആയിട്ട് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിങ്ങനെ വെടിവെക്കുമ്പോൾ ഈ ഒരു സ്രാവ് ഉണ്ടല്ലോ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വെള്ളത്തിനടിയിലൂടെ അതിവേഗത്തിലാണ് മുന്നോട്ടേ പോകുന്നത്. ഇതിന്റെ ദേഹത്ത് ഈ ബുള്ളറ്റ് ഒന്നും കയറുന്നില്ല. ഈ വെള്ളത്തിന്റെ തടാകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലൂടെ ഇതിങ്ങനെ വളരെ വേഗത്തിൽ പോകുമ്പോൾ അവിടെ നിലത്ത് ഇനാക്റ്റീവ് ആയി കിടന്ന പല ബോംബുകൾ ഉണ്ടായിരുന്നു. ഈ ബോംബുകൾ ഈ സ്രാവ് പോകുന്ന വേഗത്തിൽ ആ ഒരു വെള്ളത്തിന്റെ മുകളിലേക്ക് അങ്ങ് പൊന്തി വരികയാണ്. കൂടെ തന്നെ ഈ പട്ടാളക്കാർ വെടിവെക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ മുകളിലേക്ക് പൊന്തിപ്പോയ ഒരു ബോംബ് ഉണ്ടല്ലോ അത് പതിയെ താഴേക്ക് വരികയാണ്. കറക്റ്റ് ആയിട്ട് അതിന്റെ മുനമ്പ് തന്നെ താഴെ വന്ന് കുത്തുകയാണ്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, പൊട്ടിച്ചെതറുകയാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ഒരു പാലം വരെ തകർന്നു പോകുന്നുണ്ട്. ഈ ഒരു ബ്ലാസ്റ്റോട് കൂടിയിട്ട് പിന്നെ അവിടെ ഒരു ചെയിൻ റിയാക്ഷൻ നടക്കുന്നത്. ഒരു ബോംബ് പൊട്ടിയപ്പോൾ അടുത്തത് പൊട്ടി, അത് പൊട്ടിയപ്പോൾ അടുത്തത് പൊട്ടി. ഇതിങ്ങനെ പൊട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോക മഹായുദ്ധ സമയത്ത് അവർ വിതച്ച ആ ഒരു വിത്തുകൾ അതിപ്പോഴാണ് വിളയുന്നത്. പാവങ്ങൾ കഷ്ടപ്പെടുകയാണ്. അത്രയും ബോംബുകൾ ആ ഒരു വെള്ളത്തിനടിയിൽ വെച്ച് നിരനിരയായിട്ട് പൊട്ടുമ്പോൾ സംഭവിച്ച കാര്യം എന്താ വെച്ചാല് വെള്ളത്തിനടിയിൽ ഭയങ്കരമായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടാവുകയാണ്. ഒരു ഭൂകമ്പത്തിന്റെ സാധ്യത വരികയാണ്. അതിന്റെ ആ ഒരു ഇളക്കം അവിടെ നിൽക്കുന്ന സോഫിയ അതുപോലെ തന്നെ ആദി ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം ഇവർ വെള്ളത്തിലാണല്ലോ. മാത്രമല്ല ഈ ഒരു ബ്ലാസ്റ്റിൽ ആ ഒരു ഷാർക്കിന്റെ പിന്നാലെ ചെന്ന ആ ഒരു സോൾജേഴ്സിന്റെ ടീം തന്നെ ആ ഒരു ബ്ലാസ്റ്റിൽ പെട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. സോ ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബ്ലാസ്റ്റ് ഉണ്ടായപ്പോൾ ഇതിന്റെ ആ ഒരു വൈബ്രേഷൻ കാരണം ഭൂകമ്പം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ, ആ ഭൂകമ്പം കാരണം വെള്ളത്തിന്റെ ആ ഒരു നിരപ്പ് വല്ലാതെ പൊന്തി വരികയാണ്. തൊട്ടടുത്ത് തന്നെയാണ് കടല്. സോ കടലിൽ നിന്നും അനാവശ്യമായിട്ട് ഓവറായിട്ടുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് കുത്തി ഒലിച്ചു വരികയാണ്. അത് പിന്നീട് ചെറിയ രീതിയിൽ ഒരു സുനാമി തന്നെ അവിടെ ഉണ്ടാവാനുള്ള കാരണമായി. ഇതെല്ലാം കണ്ട മേയർ എന്താ ചെയ്യാന്ന് പോലും അറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ്. പലതവണ മേയറോട് ഇവര് വാൺ ചെയ്താണ്, ചെറിയൊരു വിഷയമായിരുന്നു, ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി, ആ ഒരു ഷാർക്കിനെ എങ്ങനെയെങ്കിലും പിടിക്കാൻ പറ്റും. പക്ഷെ ഇത്രയും വലിയൊരു ഇവന്റ് ഈ ഒരു അപകടത്തിൽ നടത്തി ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാക്കി ഇതിനെ മാറ്റിയത് തന്നെ ഈ മേയറാണ്. പക്ഷേ അവർ ചെയ്ത ആ ഒരു മിസ്റ്റേക്കിനുള്ള പണിഷ്മെന്റ് അവർക്ക് അവിടെ വെച്ച് തന്നെ ലഭിക്കുകയാണ്. കാരണം ഇപ്പൊ വന്ന ഈ ഒരു വെള്ളപ്പൊക്കത്തിൽ മേയർ പെട്ടുപോവാണ്. ആ അടിയൊഴുക്കിൽ അവർക്ക് മുകളിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അവരും അവരുടെ അസിസ്റ്റന്റും എല്ലാം ഇത് ഈ വെള്ളത്തിൽ പെട്ട് മരണപ്പെട്ടു പോവാണ്. പിന്നീട് ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ സുനാമി അത് ആ ഒരു പാരീസ് നഗരത്തെ തന്നെ മുഴുവനായിട്ട് വിഴുങ്ങിക്കളയാണ്. ഇപ്പൊ എല്ലായിടത്തും വെള്ളമാണ്. അതിന്റെ ആ ഒരു ഭീകരത എത്രത്തോളാണെന്ന് അറിയണമെങ്കിൽ രക്ഷപ്പെട്ട സോഫിയ അതുപോലെ തന്നെ ആദി രണ്ടുപേരും എങ്ങനെയൊക്കെയോ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഈ ബിൽഡിങ്ങിന്റെ കുറെയൊക്കെ താഴ്ഭാഗത്താണുള്ളത്. അത്രയും ഹൈറ്റിൽ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ ക്ഷീണിച്ച് അവശയായിട്ട് സോഫിയ ആദി രണ്ടുപേരും നോക്കുമ്പോൾ ചുറ്റും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഈ അപകടത്തിൽ ഈ സ്രാവുകളൊക്കെ ചത്തു പോയിട്ടുണ്ടാവും, ഈ ഒരു ബ്ലാസ്റ്റിൽ അവറ്റകളൊക്കെ ചിതറി പോയിട്ടുണ്ടാവും എന്ന് കരുതിയ സോഫിയ ഇപ്പൊ ഞെട്ടിപ്പോവാണ്. ഇപ്പൊ ആ ഒരു നഗരത്തിൽ മുഴുവനായിട്ട് വെള്ളമാണല്ലോ. നഗരത്തിന്റെ പല ഭാഗത്തുകൂടിയായിട്ട് ഇപ്പൊ സ്രാവുകൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് ഈ ഒരു നഗരം ഇനി കൺട്രോൾ ചെയ്യാൻ പോകുന്നത് മനുഷ്യരല്ല, മനുഷ്യർക്ക് പകരം ഈ ഒരു സ്രാവുകളായിരിക്കും. നേരത്തെ തന്നെ സോഫിയ ഈ സ്രാവുകളുടെ ഒരു പ്രത്യേകത പറഞ്ഞു. ഇവറ്റകൾക്ക് ജനറ്റിക്കലി മ്യൂട്ടേഷൻ സംഭവിച്ചു. ഇവറ്റകൾക്ക് ഇണചേരേണ്ട ആവശ്യമില്ല. 2 മാസം കൊണ്ട് ഇവറ്റകൾ പ്രസവിക്കും. അതായത് ഉറുമ്പുകളൊക്കെ പെറ്റ് പെരുങ്ങുന്നത് പോലെയായിരിക്കും ഈ സ്രാവുകൾ ഇനി സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. കൂടെ തന്നെ ആ ഒരു വലിയ ഷാർക്ക് അവനും ചത്തിട്ടില്ല. വല്ലാത്തൊരു ഷോക്കിലാണ് സോഫിയ അതുപോലെ തന്നെ ആദി ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയത് കേട്ടോ. അതുപോലെ തന്നെ ലോങ് ഷോട്ടിൽ ഇപ്പൊ പാരീസ് നഗരത്തെ കാണിക്കുകയാണ്. മുഴുവനായിട്ടും വെള്ളത്തിലാണ്. അതുപോലെ തന്നെ ട്രെയിൻ പോവാനായിട്ട് ചെറിയ ചെറിയ തുരങ്കങ്ങളൊക്കെ അടിഭാഗത്ത് ഉണ്ടാവുമല്ലോ, അവിടെ നിറയെ വെള്ളമാണ്. അവിടെ ഇപ്പൊ മുഴുവനായിട്ട് സ്രാവുകളാണ്. ഇനി പെട്ടെന്നൊന്നും ഈ ഒരു നഗരത്തെ വീണ്ടെടുക്കാനായിട്ട് ഇവർക്ക് കഴിയില്ല. കാരണം ഇതിന്റെ കൺട്രോൾ ആ ഒരു സ്രാവുകളുടെ കയ്യിലായിരിക്കും. എന്തായാലും ഇത് കാണിച്ചുകൊണ്ട് സിനിമയോട് തീരുകയാണ്. സത്യം പറയാണ്, ഒരു ഷാർക്ക് അറ്റാക്ക് മൂവിയും ഇത്ര എന്നെ ത്രില്ലടിപ്പിച്ചിട്ടില്ല. കഥയുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡിഫറന്റ് ആയിട്ട് തോന്നി. സാധാരണ സ്രാവിന്റെ സിനിമകളൊക്കെ എങ്ങനെയാണ്, ഒരു സ്രാവ് വരും, എല്ലാവരും കൊല്ലാൻ നോക്കും, അവസാനം കുറെ പേര് മരിക്കും, ഒരാളെ രക്ഷപ്പെടുത്തും, പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അതിന് അവസാനം കൊല്ലുകയും ചെയ്യും. എന്നാൽ അതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു കഥയ്ക്ക് നല്ലൊരു സ്ക്രിപ്റ്റും ഉണ്ട്, ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. ഭയങ്കര രസമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ പറ്റുമെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു മൂവി അവൈലബിൾ ആണ്, നിങ്ങൾ പോയിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പൊ ഇതിനേക്കാൾ നല്ല മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.